വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും എഡ്യൂസൈടെക് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഏത് ടോപ്പിക്കാണ് എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ നിലവിൽ ചാനലിൽ ഫിസിക്സ് എടുത്തിട്ടുണ്ട്, കെമിസ്ട്രി എടുത്തിട്ടുണ്ട്, ഓക്കെ, മാത്സ് എടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയാണ്. ഓക്കെ, ജോഗ്രഫി എന്താണ്? ജോഗ്രഫി ജിയോഗ്രഫി സ്പ്ലിറ്റ് ചെയ്താൽ അങ്ങനെ കിട്ടും. ജിയോ മീൻസ് എർത്ത്, ഗ്രാഫി മീൻസ് സർഫസ് ഓർ സ്ട്രക്ചർ. അപ്പം ഒന്നുമില്ല മക്കളെ, ഭൂമിയുടെ ശാസ്ത്രം. ഭൂമി ശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താ? ഭൂമിയുടെ മുഴുവൻ കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പം ഇത് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ പല സിലബസുകാർക്ക് പല സമയത്താണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ICSE-കാർക്കൊക്കെ 6ാം ക്ലാസ് മുതലേ തുടങ്ങും, CBSE-കാർക്ക് 7ാം ക്ലാസ് മുതലേ തുടങ്ങുന്നുണ്ട്. പിന്നെ എന്താ പറയുക, സ്റ്റേറ്റ് സിലബസുകാർക്ക് 8ാം ക്ലാസ്സിൽ ഹൈസ്കൂളിൽ തുടങ്ങുന്നുണ്ട്. അപ്പം പിന്നെ നമുക്കിത് സ്പെസിഫൈ ചെയ്ത് റേഞ്ച് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പഠിക്കുന്ന എല്ലാവർക്കും അറിവ് നേടുന്നത് ബെറ്റർ ആണല്ലോ, എല്ലാവരും നേടുന്നത് ബെറ്റർ ആയതുകൊണ്ട് അത് നല്ലൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല, ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ SSC-ക്ക് ആയാലും PSC-ക്ക് ആയാലും UPSC-ക്ക് ആയാലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികൾക്കായാലും ഒരു ബേസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കണമല്ലോ. അപ്പം അതിന് നമുക്ക് ഇത് ജോഗ്രഫിയുടെ ഒരു ബേസിക് കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ചോളം നല്ലതാണ്. അപ്പം ഇതെല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ ചെയ്യുകയാണ്. ഒരു കൺസെപ്ച്വൽ ഓറിയൻറ്റഡ് ആയിട്ട് അതിൻ്റെ എന്താ പറയുക, എന്താണെന്നുള്ളതിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായ കൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു സബ്ജക്റ്റിന് ഒരു തറ നോളജോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം തുടങ്ങുമല്ലേ? തുടങ്ങാം. അപ്പോൾ ഇതിൽ നമ്മൾ അല്ലസിൻ്റെയും ഡയഗ്രാമിൻ്റെയും കൺസെപ്ച്വൽ ക്ലാരിറ്റിയുടെയൊക്കെ ഒരു പിൻബലത്തോടു കൂടിയായിരിക്കും ഈ സബ്ജക്റ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അറ്റ്ലസ് സ്റ്റഡി മെറ്റീരിയൽ ഏതൊക്കെ റെഫറൻസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഓറിയൻ ലോങ്മാന്, അതുപോലെ സ്റ്റഡി പബ്ലിക്കേഷൻസ് ഇന്ത്യ ആൻഡ് വേൾഡ്, അതുപോലെ ഓക്സ്ഫോർഡ് പബ്ലിക്കേഷൻസ് ലൈക്ക് വൈസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ബുക്ക് ലിസ്റ്റുകളാണെങ്കിൽ ഗോചെൻ യോങ്ങിൻ്റെ ഒരു ബുക്ക്, അതുപോലെ ഫിസിക്കൽ ജോഗ്രഫി ബൈ സാവിന്ദർ സിംഗ്, ഇന്ത്യ കംപ്രഹെൻസീവ് ജോഗ്രഫി ബൈ DR കുൽക്കർ. ഓക്കെ, കുല്ലർ. അവരെല്ലാം ആശയങ്ങൾ എന്താ പറയുക നമ്മൾ എടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ആണ് ഈ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ആൻഡ് താങ്ക്സ് ടു Mrunal.org സൈറ്റ് ഫോർ ഗിവിങ് ദിസ് പ്രസൻറ്റേഷൻ. ടേക്കിംഗ് ഇത് പ്രസൻറ്റേഷൻ എടുക്കാൻ നമുക്കൊരു നിമിത്തമായത് അവരാണ്. അപ്പം അവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഫിസിക്കലി എന്തൊക്കെ പറയാം ജോഗ്രഫിയിൽ? ജിയോമോർഫോളജി, ഭൂമിയുടെ മോർഫോളജി, ഇന്റേണൽ സ്ട്രക്ചറും അതിൻ്റെ എക്സ്റ്റേണൽ സ്ട്രക്ചറും അതിൻ്റെ ഒരു മോർഫോളജി ഒരു സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്നുണ്ട്. ക്ലൈമറ്റോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലൈമറ്റിൻ്റെ ചേഞ്ചസിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഓഷ്യാനോഗ്രാഫി എന്ന് പറയുമ്പോൾ എന്താണ്? ഓഷ്യൻ എന്ന് പറയുന്ന കടൽ, സമുദ്രം, ഇതിനെയൊക്കെ ഡീൽ ചെയ്യുന്ന മറൈൻ വേൾഡിലുള്ള കാര്യങ്ങളെ അതിനെല്ലാം പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ആണെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി, അതുപോലെ ഹ്യൂമൻ ഓർ എക്കണോമിക് ജോഗ്രഫി ഒക്കെ നോക്കുന്നുണ്ട്. വേൾഡ് ആണെങ്കിൽ നമ്മൾ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ആഫ്രിക്കയുടെ ഒക്കെ ജോഗ്രഫിയുടെ ബേസിക് കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യും. നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾ പറയുന്ന കൺസെപ്റ്റുകൾ, ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ടോപ്പിക്ക് റെഫറൻസ് നമ്മൾ ഏത് എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങുമല്ലേ? മീനിങ് ആൻഡ് സ്പാൻ ഓഫ് ജോഗ്രഫി. ജിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എർത്ത്. ഗ്രാഫി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് എർത്ത് എന്നാണ്. ഓക്കെ, ജോഗ്രഫിയൊക്കെ നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഫിസിക്കൽ ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി. ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്? ജോഗ്രഫിയിൽ ഓരോ എർത്തിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറ്റി ഡീൽ ചെയ്യുന്നത്. ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ മനുഷ്യർ അതിൽ ഇടപെടുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെ ഉണ്ടാകുന്നു ഓരോ കാര്യങ്ങളിൽ. ഇപ്പോൾ ഒരു കോണ്ടിനെൻറ്റിലെ പോപ്പുലേഷൻ ആയാലും ബയോഡൈവേഴ്സിറ്റിയിലുള്ള ഒരു ഹ്യൂമൻ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക ആനിമൽസിൻ്റെ ഒരു ഇമ്പാക്റ്റ്. നമ്മൾ അങ്ങനെയുള്ള നോൺ ജോഗ്രഫിക്കൽ, അതായത് എർത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉപരിയായിട്ട് മനുഷ്യൻ്റെ കുറേ കോൺട്രിബ്യൂഷൻ വരുന്ന സെഗ്മെൻറ്റ് തന്നെയാണ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, 2 ജോഗ്രഫി പാർട്ട് ഒന്നുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്? ലാൻഡ് ഫോംസ്, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ബയോസ്ഫിയർ, ഇതിനെയൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ജോഗ്രഫി എങ്ങനെയാണ് വരുന്നത്? ഹാബിറ്റേഷൻ എന്ന് പറയുന്ന, നമ്മൾ ഒരു വീട് വയ്ക്കുന്നു, അല്ലെങ്കിൽ വീട് വയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? മരങ്ങൾ മുറിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബയോഡൈവേഴ്സിറ്റിക്ക് ഒരുപാട് ഇമ്പാക്ട്സ് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറഞ്ഞൊരു പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ലാൻഡ് ഫോംസിൽ വരുന്ന ഇതാണ് ഹാബിറ്റേഷൻ. അതുപോലെ പോപ്പുലേഷൻ, മനുഷ്യൻ എണ്ണം പെരുകുന്നതനുസരിച്ച് റിസോഴ്സ് യൂട്ടിലൈസേഷൻ കൂടുകയും അത് കൊണ്ടുണ്ടാകുന്ന ബയോഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ, ഓരോ
സീസൺ അനുസരിച്ച് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ എന്താ പറയുക ജോഗ്രഫി അല്ലെങ്കിൽ എർത്തിൻ്റെ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തും ഒക്കെയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു ഇൻഡസ്ട്രീസ് റിസോഴ്സസ്, ഇൻഡസ്ട്രിയിലുള്ള റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഓരോ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്ത് പോകുന്നതിനൊക്കെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഫണ്ടമെന്റൽസ് ഓഫ് ജോഗ്രഫി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ്സ്, ലോങ്ങിറ്റ്യൂഡ്സ്, സീസൺസ് ഓഫ് എർത്ത്, ടൈം സോൺ. അപ്പോൾ എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് ലോങ്ങിറ്റ്യൂഡ്, ഓക്കെ, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീസൺസ് ഓൺ എർത്ത്, അതുപോലെ ടൈം സോൺസ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ നോക്കും. ആദ്യം പറയുന്ന ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ എർത്തിനെ ഇങ്ങനെ നമ്മൾ സെൻറ്ററായിട്ട് ഡിവൈഡ് ചെയ്ത ഒരു സർക്കുലർ ഒരു വേയിലാണ് നോക്കുന്നതെങ്കിൽ 360 ഡിഗ്രി കവർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈച്ച് ആൻഡ് 50 ഡിഗ്രി നമ്മൾ നോക്കുമ്പോൾ ഒരു 90 ഡിഗ്രി എന്ന് പറയുന്ന ഒരു പോള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡൗണിൽ ഒരു 90 ഡിഗ്രി എന്ന് പറഞ്ഞ ഒരു പോള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിലാണെങ്കിൽ അതിനെ നമ്മൾ നോർത്ത് പോൾ എന്ന് പറയുന്നു. ഓക്കെ, താഴെയാണെങ്കിൽ അതിന് സൗത്ത് പോൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് ഇക്വേറ്റർ വരെയുള്ള ദൂരത്തെ നമ്മൾ എന്ത് പറയുന്നു? നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന്. ഇക്വേറ്റർ മുതൽ സൗത്ത് പോൾ വരെയുള്ള ദൂരങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? സൗത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നു. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലേസ് ഫ്രം ദ ഇക്വേറ്റർ. ഇക്വേറ്റർ എന്നുള്ള ആംഗുലാർ ഡിസ്റ്റൻസ് ആണ്. അതാ പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞത്. ഒരു സർക്കിൾ പോലെയാണ്, സ്പെറിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഇന്റേണലായിട്ട് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ 360 ഡിഗ്രി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ 90 ഡിഗ്രി പോയിന്റ് കവർ ചെയ്യുന്നത് എപ്പോഴും ഏതാണ്? അതിൻ്റെ നോർത്ത് പോൾസ് ആണ്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ഓരോ ലാറ്റിറ്റ്യൂഡ്സ്, ഓരോ ഡിഗ്രി എടുക്കുന്നത് ഓരോ ലാറ്റിറ്റ്യൂഡ്സ്, 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, അങ്ങനെ നമ്മൾ എടുക്കുന്നത്. 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഇക്വേറ്റർ ആയിരിക്കും. ഓക്കെ, ആംഗുലാർ ഡിസ്റ്റൻസ് ആണെന്ന് കീപ്പ് ചെയ്ത് വെച്ചേക്കുക, മൈൻഡിൽ കൊണ്ടുവരിക. ഓക്കെ, അതാണ് ലാറ്റിറ്റ്യൂഡ്സ്. എല്ലാ ലാറ്റിറ്റ്യൂഡ്സും ഒരു കോൺസെൻട്രിക് സർക്കിളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം 360 ഡിഗ്രി എന്നുള്ള ഇതിന് 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കവർ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ 0 ഡിഗ്രി കവർ ചെയ്ത് പോകുന്ന പാർട്ടിനെ ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി വരുന്ന ബോത്ത് അപ്പ് ആൻഡ് ഡൗണിനെ നോർത്ത് പോളെന്നും സൗത്ത് പോളെന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടി വെച്ചാണ്? എർത്തിൻ്റെ ജിയോയിഡ് എന്ന സ്ട്രക്ചറിലെ സ്പെറിക്കൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് അതിൻ്റെ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കവർ ചെയ്യുന്ന ഇത് വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എർത്തിൻ്റെ ജിയോയിഡ് ഷേപ്പിൻ്റെ ആ സർക്കുലർ പ്രോപ്പർട്ടീസ് വെച്ച് ആംഗിൾസ് വെച്ച് നമ്മൾ മെഷർ ചെയ്തിട്ട് ആ എടുക്കുന്ന ഡിസ്റ്റൻസുകളെ കവർ ചെയ്ത് പറയുന്ന ഒരു പേരാണ് അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് എന്താ പറയാം? പാരലൽസ് എന്നും പറയാം. കാരണം ഇതിലെ പാരലാണ്. ഓരോ ഡിഗ്രിയും ക്രിയേറ്റ് ചെയ്യുന്നത് പാരലൽ കോൺസെൻട്രിക് ആയിട്ടല്ലേ, ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അത് പാരലാണ്. ഇനി ഈ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. 0 ഡിഗ്രിയിൽ ഇക്വേറ്റർ എന്ന് പറയും. 23.5 ഡിഗ്രി നോർത്തിനെ നമ്മൾ എന്ത് പറയും? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. 66.5 ഡിഗ്രി നോർത്തിനെ ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നു. അവിടെ ആർട്ടിക് റീജിയൻ വരുന്നതുകൊണ്ട് 90 ഡിഗ്രി നോർത്തിനെ നമ്മൾ നോർത്ത് പോൾ എന്ന് പറയുന്നു. അതുപോലെ 23.5 ഡിഗ്രി സൗത്തിനെ നമ്മൾ എന്ത് പറയുന്നു? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നു. ഓക്കെ, 66.5 ഡിഗ്രി സൗത്തിനെ നമ്മൾ എന്ത് പറയുന്നു? അന്റാർട്ടിക് സർക്കിൾ എന്ന് പറയുന്നു. 90 ഡിഗ്രി സൗത്തിന് എന്ത് പറയും? സൗത്ത് പോൾ എന്ന് പറയുന്നു. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി മുതൽ 23.5 ഡിഗ്രി വരെയുള്ള നോർത്ത് റീജിയനെ, അതുപോലെ 0 ഡിഗ്രി മുതൽ 23.5 ഡിഗ്രി സൗത്തിലുള്ള, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെ ഉള്ള റീജിയൻ, ഇൻ ബിറ്റ്വീൻ ദ ഇക്വേറ്റർ എന്ന് പറയുന്ന ആ റീജിയനെ നമ്മൾ എന്താ പറയുന്നത്? ട്രോപ്പിക്കൽ സോൺ എന്ന് പറയുന്നത്. കാരണം എന്താ? ഓർത്തിരിക്കാൻ എളുപ്പം, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക്കൽ സോൺ എന്ന് പറയാം. ഓക്കെ, ഇനി ഈ 23.5 ഡിഗ്രി നോർത്ത് മുതൽ 66.5 ഡിഗ്രി നോർത്ത് വരെയുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ആർട്ടിക് സർക്കിൾ വരെയുള്ളതിനെ ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നു. അതുപോലെ 23.5 ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ മുതൽ 66.5 ഡിഗ്രി സൗത്ത് വരെയുള്ള റീജിയനെ നമ്മൾ എന്ത് പറയുന്നു? അന്റാർട്ടിക് സർക്കിൾ വരെയുള്ള റീജിയനെ നമ്മൾ എന്ത് പറയുന്നു? ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ട്രോപ്പിക്കൽ സോണിൽ എന്താ പറയുക, വെർട്ടിക്കൽ ആയിട്ടുള്ള ഇതാണ് അടിക്കുന്നത്. അതായത് വെർട്ടിക്കൽ ആയിട്ടാണ് സണ്ണിൻ്റെ റേസ് തട്ടുന്നതെങ്കിൽ ടെമ്പറേറ്റ് സോണുകളിൽ ഒരു ടിൽറ്റ് വന്നിട്ടാണ് ഇത് തട്ടുന്നത്. ഓക്കെ, ടിൽറ്റ് വന്ന് തട്ടുന്നത് കൊണ്ട് തന്നെ എന്താണ് പറയുന്നത്? ടെമ്പറേറ്റ് സോൺ മുകളിലോട്ട് പോകും തോറും എന്ത് പറയുന്നു? ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. അവസാനം നമ്മൾ പറയുന്നത് 66.5 ഡിഗ്രി നോർത്തിലെ ആർട്ടിക് സർക്കിൾ മുതൽ 90 ഡിഗ്രി 66.5 ഡിഗ്രി നോർത്ത് ആർട്ടിക് സർക്കിൾ മുതൽ 90 ഡിഗ്രി നോർത്ത് പോൾ വരെ ഉള്ളതിനെ പോളാർ സോൺ എന്ന് പറയുന്നു. അതുപോലെ 66.5 ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് സർക്കിൾ മുതൽ എന്താ പറയുക 90 ഡിഗ്രി സൗത്ത് പോൾ വരെയുള്ള റീജിയനെ പോളാർ സോൺ എന്ന് പറയുന്നത്. ഈ പോളാർ സോണുകളിലാണ്
ഫ്രിജിഡ് സോൺ എന്നും പറയാവുന്ന ഈ പോളാർ സോണുകളിലാണ് നമ്മുടെ ആർട്ടിക് അന്റാർട്ടിക് റീജിയൻസ് ഉള്ളത്. അപ്പോൾ അവിടെ എല്ലാം ഐസ് മൂടി ചുറ്റപ്പെട്ട് കിടക്കുന്ന റീജിയനാണ്. ഓക്കെ, അത് മാത്രമല്ല ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ലെസറായിട്ടാണ് അവിടെ പതിക്കുന്നത് എന്നും ഓർത്തിരിക്കുക. കാരണം ഇത് സൺലൈറ്റിൻ്റെ ഒരു പാത്ത് അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ പറയുക, ട്രോപ്പിക്കൽ സോണിൽ എത്രയാണ് കറക്റ്റ് ഇക്വേറ്ററിൽ +26°C മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ എവിടെ അത് ട്രോപ്പിക്കൽ സോൺ വരുമ്പോൾ എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ അത് +24.0°C വരെ എത്തുന്നു. ഓക്കെ, പിന്നെ ടെമ്പറേച്ചർ സോണിലോട്ട് പോകുമ്പോൾ ഈ പിന്നെയും കുറയുകയാണ്, -7°C അവിടെ തന്നെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ -23.0°C എന്ന് പറയുന്നു. മാത്രമല്ല ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതൊരു ജിയോയിഡ് ആണ്. ഒരു മുട്ട സെൻറ്ററിൽ നിന്നൊന്ന് ബൾജ് ചെയ്ത് ഒന്ന് ഞെക്കി പിടിച്ച് ടോപ്പ് ഭാഗങ്ങൾ രണ്ടും ഇത്തിരി ബൾജ് ചെയ്ത് മാറിയാൽ എങ്ങനെ ഇരിക്കുക, അതാണ് ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഒരു മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ നടുക്കൊന്ന് ഞെക്കി നോക്കിയാൽ അപ്പോൾ ഒരു ടിൽറ്റ് വരത്തില്ലേ, ആ ഒരു ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻസ് അത് അനുസരിച്ച് മാറുന്നുണ്ട്. എർത്തിൻ്റെ കറക്റ്റ് ഇക്വേറ്ററിലാണ് മാക്സിമം സോളാർ ലൈറ്റ് അടിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് അപ്പോൾ ഏതാണ്? ഓൾവേസ് ഇക്വേറ്ററാണ്. ഇന്ത്യ ഏത് സോണിലാണ് നിൽക്കുന്നത്? ട്രോപ്പിക്കൽ സോണിലാണ് നിൽക്കുന്നത്. ഓക്കെ, കുറച്ച് അതിൻ്റെ ടെമ്പറേച്ചർ സോണിലും കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ട്രോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഹീറ്റ് സർപ്ലസ് ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളാണ്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ ഹീറ്റ് ഡെഫിസിറ്റ് ആയിട്ട് കിട്ടുന്ന റീജിയൻസ് ആണ്. റെസ്പോൺസിബിൾ ഫോർ പ്രഷർ സിസ്റ്റം ആൻഡ് പ്ലാനറ്ററി വിൻഡ് സിസ്റ്റം. ഈ പ്രഷർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന അത് മുഖേന ഹീറ്റിൻ്റെ വേരിയേഷൻസ് ഒക്കെ കൊണ്ടാണ് വിൻഡ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം ബാധിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വിൻഡുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡുകളെല്ലാം ഈ ടെമ്പറേച്ചർ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓക്കെ, സ്ഫെറിക്കൽ എർത്ത് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ സോൺസും ടെമ്പറേച്ചർ സോൺസും ഉണ്ട്. മാത്രമല്ല ഒരു 23.5° ഒരു ചെറിയ ടിൽറ്റൊക്കെ കൊണ്ടാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതറിയാലോ. അപ്പോൾ ലോ ആംഗിൾസ് ഓഫ് ഇൻകമിങ് സൺലൈറ്റിൽ എന്ത് പറ്റുന്നു, ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. സൺലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് മോസ്റ്റ്ലി ഡയറക്റ്റ്ലി ആണ് എവിടെ, നമ്മുടെ ഇക്വേറ്റർ റീജിയനിൽ. ഓക്കെ, ലോ ആംഗിൾസ് ഓഫ് ഇൻകമിങ് സൺലൈറ്റ് വളരെ കുറവായിരിക്കും. ഇനി റീസൺസ് ഫോർ സീസൺ എന്ന് പറയുന്നത് ഈ ടിൽറ്റഡ് എർത്താണ്. 23.5° ഒരു ടിൽറ്റോട് കൂടിയാണ് അതിൻ്റെ ആക്സിസിലൂടെ എർത്ത് എന്താ പറയുക റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു ടിൽറ്റാണ് ഈ സീസണുകൾക്ക് വേരിയേഷൻ വരുന്ന ഓരോ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതിന് കാണാം. ഈ വിൻ്റർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയറും സമ്മർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയറെല്ലാം ആ ടിൽറ്റിൻ്റെ ബേസിലാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സമ്മർ ആൻഡ് വിൻ്റർ സോൾസ്റ്റിസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പം ലേറ്റ് ജൂണിൽ നോർത്തേൺ ഹെമിസ്ഫിയർ സമ്മർ, സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ഒക്കെ ആവുന്നു. അതുപോലെ ഇക്വേറ്റർ റീജിയനിൽ ആ സമയത്ത് ഓട്ടം ആവുന്നു, സ്പ്രിങ് ആവുന്നു. പിന്നെ ഡിസംബറിലോട്ട് വരുമ്പോൾ നോർത്ത് ഹെമിസ്ഫിയറിൽ വിൻ്റർ, സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെയൊക്കെ സമ്മർ സീസൺ എപ്പോഴാണ് വരുന്നത്, ഡിസംബറൊക്കെ ടൈം ആകുമ്പോഴാണ് അല്ലേ. ആ സമയത്ത് നമ്മുടെ ഓസ്ട്രേലിയ പോലെയുള്ള കോണ്ടിനെൻസിലൊക്കെ എന്താണ്, സദേൺ ഹെമിസ്ഫിയറിലെ കോണ്ടിനെൻസിലൊക്കെ ആ സമയത്ത് സമ്മർ ആയിരിക്കും. ഓക്കെ, എർത്തിൻ്റെ ആക്സിസ് ഒരു ടിൽറ്റ് ചെയ്യുന്നു 23.5°C എന്നൊരു ടിൽറ്റ് ഉണ്ട്, അതും ഓർത്ത് വെച്ചേക്കും. ഓക്കെ, UPSCയിലെ ക്വസ്റ്റ്യൻ ആണ്. വേരിയേഷൻ ഇൻ ലെന്ത് ഓഫ് ഡേ ടൈം ആൻഡ് നൈറ്റ് ടൈം ഫ്രം സീസൺ ടു സീസൺ. ഓരോ സീസൺ മാറുന്നതോറും ലെന്ത് ഓഫ് ഡേ ടൈം കൂടുകയും നൈറ്റ് ടൈം കുറയുകയും, അതില്ലെങ്കിൽ ഡേ ടൈം കുറയുകയും നൈറ്റ് ടൈം കൂടുകയൊക്കെ ചെയ്യുന്നു. അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളതാണ്. 4 ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിരുന്നത്. എർത്ത് റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ്, എർത്ത് റെവല്യൂഷൻ അറൌണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ മാനർ, ലാറ്റിറ്റ്യൂഡനൽ പൊസിഷൻസ് ഓഫ് ദ പ്ലേസ്, റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ഓൺ എ ടിൽറ്റഡ് ആക്സിസ്. ഓരോന്നും നമുക്ക് നോക്കാം. എർത്ത് റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ്, എർത്തിൻ്റെ റൊട്ടേഷൻ അതിൻ്റെ ആക്സിസിലൂടെ നടക്കുന്നു. അപ്പം എന്തുകൊണ്ട് ഒരു ടിൽറ്റ് ഉണ്ട് എന്നറിയാം. 23.5°C ടിൽറ്റ് ഉണ്ട്. ഓക്കെ, °C അല്ല, 23.5° ടിൽറ്റ് ഉണ്ട്. ഇനി എർത്ത് റെവല്യൂഷൻ അറൌണ്ട് ദ സൺ എലിപ്റ്റിക്കൽ മാനർ. എലിപ്റ്റിക്കൽ മാനറിലാണ് എർത്ത് സണ്ണിനെ റിവോൾവ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, അതുപോലെ പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡിലെ പൊസിഷൻസ് ഓഫ് ദ പ്ലേസ്, ലാറ്റിറ്റ്യൂഡിലുള്ള പൊസിഷൻസ് ഓഫ് ദ പ്ലേസ് ആണോ അതിന് കാണാം. അല്ലെങ്കിൽ പിന്നെ ചോദിച്ചേക്കുന്നത് എന്താണ്, റെവല്യൂഷൻ ഓഫ് എർത്ത് ഓൺ എ ടിൽറ്റഡ് ആക്സിസ്. ഒരു ടിൽറ്റഡ് ആയിട്ടുള്ള ഒരു ആക്സിസിലൂടെ അക്ഷത്തിലൂടെ അതിങ്ങനെ ചുറ്റുന്നു, റെവല്യൂഷൻ ചെയ്യുന്നു, അതാണോ ഇതിന് കാരണമെന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, എർത്ത് റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ് അല്ല അതിനൊരു കാരണം. ഡേ ടൈമും നൈറ്റ് ടൈമും എന്തുകൊണ്ടായിരിക്കും കൂടുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും അത് എർത്തിൻ്റെ റൊട്ടേഷൻ ആയിട്ടൊരു ബന്ധവുമില്ല. പക്ഷേ എർത്തിൻ്റെ റെവല്യൂഷൻ അറൗണ്ട് ദ സണ്ണിനെ എലിപ്റ്റിക്കൽ മാനർ എന്ന് പറയുന്നത് അതിനൊരു ബാധകമായ കാര്യമാണ്. ഓക്കെ, ഈ ഒരു ടിൽറ്റും ഉണ്ട്, അതിൻ്റെ കൂടെ റിവോൾവ് ചെയ്യുന്നത് എലിപ്റ്റിക്കൽ ഇതിലായതുകൊണ്ട് ഡേ ടൈം
നൈറ്റ് ടൈം വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലാറ്റിറ്റ്യൂഡിൽ പൊസിഷൻസ് ഓഫ് ദ പ്ലേസ് ഒന്നും അതിനൊരു റീസൺ അല്ല. ഓക്കെ, റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ഓൺ ദ ട്വിറ്റർ ആക്സിസ് അതിന് റീസൺ അല്ല. ഹോപ്പ് യു ഹാവ് എൻജോയ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.